നമസ്കാരം. മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഇന്ന് നിരവധി പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും ആളുകൾ ഇത് വരുമ്പോൾ പുറത്ത് പറയാനുള്ള ഒരു മടി കാരണം പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാറില്ല. ഒരു 99% ആളുകളുടെയും ഒരു ധാരണ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ വിരയുടെ ബുദ്ധിമുട്ട് കൊണ്ടെന്നാണ്. എന്നാൽ പലപ്പോഴും ആളുകൾ ഇതിനുള്ള മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും അവർക്ക് പ്രത്യേകിച്ച് ആശ്വാസം ഒന്നും കിട്ടാറില്ല. സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചില്. അപ്പൊ മലദ്വാരത്തിൽ വരുന്ന ഈ ചൊറിച്ചില് വിരയുടെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണോ വരുന്നത്, മറ്റ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്, അത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പല ആളുകളിലും മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരുന്നത് മലം പോകാനുള്ള ടെൻഡൻസി വരുന്ന സമയത്താണ്. അങ്ങനെയുള്ളവരിൽ മലം പോയി കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടാറുണ്ട്. എന്നാൽ ചില ആളുകളിലാണെങ്കിൽ മലം പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും, കുറച്ച് സമയത്തേക്കായിരിക്കും ചൊറിച്ചിൽ അനുഭവപ്പെടുക. ആ സമയത്ത് അവർ അതിന്റെ കൂടെ തന്നെ നീറ്റല്, പൊക്കച്ചില് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാണാറുണ്ട്. എന്നാൽ ചില ആളുകളിൽ മലം പോകുന്നതുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കൂടുതൽ രാത്രി കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൂടുതൽ വിയർക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൂടുതൽ ഇരിക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരാറുണ്ട്. മലദ്വാരത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള ചൊറിച്ചിലിന് ഒരു പ്രധാന കാരണം പറയുന്നത് വിരയുടെ ബുദ്ധിമുട്ട് തന്നെയാണ്. കുട്ടികളെ പോലെ തന്നെ മുതിർന്ന ആളുകളിലും വിരയുടെ ബുദ്ധിമുട്ട് വരാറുണ്ട്. ഈ പിൻവം എന്ന് പറയുന്ന വൈറ്റ് കളറിലുള്ള നൂല് പോലെ കാണുന്ന വിരകളാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ളത്. പലപ്പോഴും നമ്മൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴാണ് കൂടുതലൊക്കെ ഷുഗർ കഴിക്കുന്ന ആളുകളിൽ, അത് പഞ്ചസാര കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരാറുള്ളത്. അങ്ങനെയുള്ളവർ ഭക്ഷണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ മാറുകയും ചെയ്യാറുണ്ട്. മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിന് മറ്റൊരു പ്രധാന കാരണം പറയുന്നത് നമുക്ക് മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ഒരു നനവാണ്. മലം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ കഴുകാതിരുന്നാൽ ആ ഭാഗത്ത് മലത്തിന്റെ അംശം ഇരിക്കുകയും അങ്ങനെ നമുക്കത് ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഴുകി കഴിഞ്ഞാൽ ആ ഭാഗം തുടക്കാതെ നമ്മൾ നനവോട് കൂടെ ഇന്നർവെയേഴ്സ് ഒക്കെ ധരിച്ചു കഴിഞ്ഞാലും ആ ഭാഗത്ത് നനവ് നിന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ മലദ്വാരത്തിൽ ചൊറിച്ചിൽ വരാറുണ്ട്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഡോക്ടർ ഞാൻ നന്നായിട്ട് ആ ഭാഗം വൃത്തിയാക്കുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ഈ മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിലാണെന്ന് പറയാറുണ്ട്. അമിതമായിട്ട് വൃത്തിയുള്ള ആളുകളിലും ചൊറിച്ചിൽ വരാം. ഇതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അവർ എന്തെങ്കിലും സോപ്പോ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഡിറ്റർജൻസോ അല്ലെങ്കിൽ ബോഡി വാഷസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഇങ്ങനെ കൂടുതൽ സമയം ആ ഭാഗം ഉരസി കഴിയുമ്പോൾ ആ ഭാഗത്ത് ചെറിയ മുറിവുകൾ വരികയും അവിടെ ബാക്ടീരിയ പോലെയുള്ള അണുബാധ വന്നിട്ട് നമുക്ക് ചൊറിച്ചിൽ വരാറുണ്ട്. നമ്മുടെ മലദ്വാരത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ഒരു എണ്ണമയമുള്ള ഒരു ഭാഗമാണ്. ഒരു നാച്ചുറൽ ഫ്ലോറ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ബാക്ടീരിയ അതുപോലെ തന്നെ ഫംഗസ് പോലെയുള്ള ഇൻഫെക്ഷൻ ഒന്നും വരാത്തത്. എന്നാൽ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കുന്ന സമയത്ത് കൂടുതൽ സമയം കഴുകി കഴിഞ്ഞാൽ ആ ഭാഗം ഡ്രൈ ആയിട്ട് മാറും. ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അവിടെ കൂടുതൽ വിള്ളലുകൾ വരാനും അവിടെ അണുബാധ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അമിതമായിട്ട് വൃത്തിയാക്കി കഴിഞ്ഞാലും നമുക്ക് മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരുന്നത്. നമ്മുടെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിന് മറ്റൊരു കാരണം പറയുന്നത് ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ മലദ്വാരത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് സ്ഫിങ്ക്റ്റേഴ്സ് ഉണ്ട്, മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ഇവ ഉള്ളത് കൊണ്ടാണ്, ഇവിടെ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മലദ്വാരത്തിൽ നിന്ന് മലം ഇങ്ങനെ പുറത്തേക്ക് വരാത്തതും നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ പുറത്തേക്ക് വരാത്തത്. അതുകൊണ്ടാണ് അത് നന്നായിട്ട് പിടിച്ചു നിർത്തുന്നത് ഈ ഫൈബേഴ്സ് ആണ്. എന്നാൽ നമ്മൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം കഴിഞ്ഞാൽ കൂടുതലായിട്ട് കഫീനൊക്കെ അടങ്ങിയിട്ടുള്ള കാപ്പിയൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ആ ഭാഗത്ത് ഈ മസിൽ ഫൈബേഴ്സ് ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ലൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലം പുറത്തേക്ക് ചെറുതായി അംശം പുറത്തേക്ക് വരികയും അത് നമുക്ക് ഇച്ചിങ് ആയിട്ട് ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട്. കാപ്പി പോലെ തന്നെ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ആളുകളിൽ, അതുപോലെ ബിയർ, എനർജി ഡ്രിങ്ക്സ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളും ഇതുപോലെ ആ മസിൽ ഫൈബേഴ്സ് സ്ഫിങ്ക്റ്റേഴ്സ് ഒക്കെ ലൂസ് ആവുകയും ഇത് മലദ്വാരത്തിൽ ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചില ഭക്ഷണത്തിനോട് അലർജി ഉണ്ടാവും, പാലുൽപ്പന്നങ്ങളോട് അലർജി ഉള്ള ആളുകൾ ഉണ്ടാവും. അതുപോലെ എരിവുള്ള ഭക്ഷണത്തിനോട്, സിട്രസ് പഴങ്ങളോടൊക്കെ കൂടുതൽ അലർജി ഉള്ള ആളുകൾ ഉണ്ടാവും. ഇങ്ങനെ അലർജി വരുന്ന സമയത്ത് അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇതുപോലെ തന്നെ ആ ഭാഗത്ത് നമുക്ക് ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. കോട്ടൺ അല്ലാത്ത അടിവസ്ത്രങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പോളിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്ത് വിയർപ്പ് കെട്ടിക്കിടക്കുകയും അത് നമുക്ക് ചൊറിച്ചിൽ വരാനുള്ള കാരണമാവുകയും ചെയ്യും. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ കോട്ടൺ ഉപയോഗിച്ചുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇടുങ്ങിയ നല്ല ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ പുരുഷന്മാരിലൊക്കെ നല്ല ടൈറ്റുള്ള ജീൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളും സ്ത്രീകളിലൊക്കെ അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതൽ വിയർപ്പ് നിന്നിട്ട് നമുക്ക് ഇതുപോലെ മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരാം.
പല ആളുകളും പേഷ്യൻസ് നമ്മുടെ OP-യിൽ വന്നിട്ട് പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിലാണ്, വിരയുടെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എന്ന് പറയാറുണ്ട്. ആ ഭാഗത്ത് നമ്മൾ ആ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് പൈൽസ് പോലെയുള്ള അല്ലെങ്കിൽ ഫിസ്റ്റുല പോലെയുള്ള മലദ്വാരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടാണ് ഈ ചൊറിച്ചിൽ വരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. പൈൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം മലദ്വാരത്തിൽ ഉണ്ടാകുന്ന നരമ്പുകൾ തടിക്കുന്നതാണ്. ഇങ്ങനെ തടിച്ചു നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിലൂടെ മലം പോകാൻ ബുദ്ധിമുട്ട് വരും. ആ സമയത്ത് നമ്മൾ കൂടുതൽ പ്രഷറൊക്കെ കൊടുക്കുന്ന സമയത്ത് തടിപ്പുകൾ പുറത്തേക്ക് തള്ളി വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുമ്പോൾ നമുക്കത് മലദ്വാരത്തിന്റെ ഭാഗത്ത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അത് ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പൊ പലപ്പോഴും പൈൽസ് പോലെയുള്ള രോഗങ്ങളിൽ ആദ്യ ലക്ഷണമായിട്ട് കാണിക്കുക ഈ ചൊറിച്ചിലായിരിക്കും. പക്ഷെ ആളുകൾ ഇത് പൈൽസാണുള്ളത് അറിയുന്നുണ്ടാവില്ല. നമുക്ക് പ്രത്യേകിച്ച് പുറമേക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ ഇന്റേണൽ പൈൽസ് എന്ന് പറയും, ഇങ്ങനെ പൈൽസ് ഉള്ളിലുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഫിഷർ പോലെയുള്ള രോഗങ്ങളും. മലദ്വാരത്തിന്റെ ഭാഗത്തുണ്ടാവുന്ന വിള്ളലുകളാണ് ഫിഷർ എന്ന് പറയുന്നത്. ഇങ്ങനെ വിള്ളലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ സ്ഫിങ്ക്റ്റേഴ്സ്, അതായത് മസിൽ ഫൈബേഴ്സ് ഒക്കെ ലൂസ് ആവും. അത് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു അസുഖമാണ് മലദ്വാരത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുല നമുക്കറിയാം മലദ്വാരത്തിൽ നിന്ന് വേറൊരു ഹോളായിട്ട് വേറൊരു ട്രാക്ട് ഫോം ചെയ്യുന്നതാണ്. ചില ആളുകളിൽ ഈ ഫിസ്റ്റുലയുടെ ഭാഗത്തുനിന്ന് നീര് പഴുപ്പൊക്കെ പുറത്തേക്ക് വരാറുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ നീര് നമുക്ക് ആ ഭാഗത്തൊരു നനവ് ഉണ്ടാക്കുകയും ഇത് പിന്നീട് നമുക്ക് ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പൊ നമുക്ക് വരുന്ന എല്ലാ ചൊറിച്ചിലുകളും വിരയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. പൈൽസ്, ഫിസ്റ്റുല പോലെയുള്ള മലദ്വാരത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ചൊറിച്ചിൽ വരാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാനും പറ്റും. അതുപോലെ സ്കാബീസ്, ഫംഗസ് ഇൻഫെക്ഷന്, സോറിയാസിസ് പോലെയുള്ള സ്കിന്നിൽ വരുന്ന അസുഖങ്ങൾ കൊണ്ട് നമുക്ക് മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരാറുണ്ട്. നമുക്ക് സ്കാബീസ് ഒക്കെ മറ്റു പല ഭാഗങ്ങളിലാണ് ഉണ്ടാവുന്നതെങ്കിലും അതിന്റെ നമ്മൾ കൂടുതൽ ചൊറിയുന്ന സമയത്ത് അതിന്റെ നീര് നമ്മുടെ കയ്യിലാവുകയും അത് മലദ്വാരത്തിന്റെ ഭാഗത്തേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആളുകളിൽ നമ്മൾ വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് സ്കാബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് വരികയും അത് മലദ്വാരത്തിന്റെ ഭാഗത്ത് നമുക്ക് ചൊറിച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്ഥിരമായിട്ട് ചില ഇംഗ്ലീഷ് മരുന്നുകൾ, ആന്റിബയോട്ടിക് പോലെയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയയെ നശിപ്പിക്കും. ഇങ്ങനെ നല്ല ബാക്ടീരിയ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ വരികയും അത് പിന്നീട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ഇത് പൈൽസ് പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് പിന്നീട് മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ചില അസുഖങ്ങളുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് വരുന്ന ഷുഗർ പോലെയുള്ള അസുഖങ്ങളിൽ മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഷുഗർ നമ്മുടെ രക്തത്തിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇത് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ഷുഗർ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ ലിവർ, കിഡ്നി പോലെയുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ ചൊറിച്ചിൽ വരിക. അപ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇത്തരം രോഗങ്ങളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരുമ്പോൾ പല ആളുകളും മരുന്ന് ഷോപ്പിൽ പോയിട്ട് വിരയുടെ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം മാത്രമേ കിട്ടാറുള്ളൂ. പല ആളുകൾക്കും അത് വീണ്ടും വരും, അല്ലെങ്കിൽ തീരെ മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ പുറത്ത് പറയാനുള്ള ഒരു മടി കാരണം അവർ പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കുകയും ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ ചൊറിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ വിരയുടെ ബുദ്ധിമുട്ട് കൊണ്ടുള്ളതാണെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് വിരയുടെ സാന്നിധ്യം കാണിക്കാറുണ്ട്. ചില ആളുകൾ പാൻറ്റീസിൽ കാണിക്കാം, അല്ലെങ്കിൽ മലത്തിൽ വിരയുടെ ബുദ്ധിമുട്ട് വരാം. അതല്ലെങ്കിൽ നമുക്ക് മലദ്വാരത്തിന്റെ ഭാഗത്തായിട്ട് വിരയുടെ സാന്നിധ്യം കാണിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ വിരയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിരയുടെ കാരണം കൊണ്ടാവാം. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന് കറക്റ്റ് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. അതുപോലെ ഭക്ഷണ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിരയുടെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസുകൾ, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരം ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള ചൊറിച്ചിലൊക്കെ നമുക്ക് മാറ്റം വരാറുണ്ട്. അതുപോലെ നമ്മൾ അടിവസ്ത്രമൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കോട്ടൺ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കൂടുതൽ കോട്ടൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വിയർപ്പ് അത് വലിച്ചെടുക്കും. അങ്ങനെ ആകുമ്പോൾ അവിടെയുള്ള ഫംഗസ് ഇൻഫെക്ഷൻ വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് മലദ്വാരത്തിൽ ചൊറിച്ചിൽ വരാതെ നോക്കാം. അതുപോലെ കൂടുതൽ ഇടുങ്ങിയ വസ്ത്രം, നല്ല ടൈറ്റ് ഉള്ള വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ ലൂസ് ആയിട്ടുള്ള വസ്ത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്
ശ്രദ്ധിക്കുക. അതുപോലെ അമിതമായിട്ട് ആ ഭാഗം വൃത്തിയാക്കുന്ന ആളുകളാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് നമ്മൾ സോപ്പ് അതുപോലെ തന്നെ ഡിറ്റർജൻസ് ഒന്നും ഉപയോഗിച്ച് ആ ഭാഗം കഴുകരുത്. അത് അവിടെയുള്ള നാച്ചുറൽ ഫ്ലോറ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. അതുപോലെ നമുക്ക് മലദ്വാരത്തിന്റെ ഭാഗത്ത് നനവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലം പോയി കഴിഞ്ഞാൽ ആ ഭാഗം നന്നായിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് തുടക്കുന്നത് നല്ലതാണ്. എന്നാൽ ആ നനവോട് കൂടെ നമ്മൾ അടിവസ്ത്രം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നനവ് പോവുകയും ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് കുറക്കുകയും ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കാപ്പി അതുപോലെ തന്നെ ചായ ഒക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിൽ ആ ഭാഗത്തുള്ള മസിൽസ് ലൂസ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഇത്തരം പാനീയങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ അലർജി ഉള്ള ആളുകളൊക്കെ, ചില ഫുഡിനോട് അലർജി ഉള്ള ആളുകൾ ഉണ്ടാവും. അത്തരം അലർജി ഉണ്ടാക്കുന്ന ഫുഡുകളും നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ മാറ്റാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗത്തുള്ള ചൊറിച്ചില് കുറഞ്ഞു വരികയും ചെയ്യും. ഇനി പൈൽസ് പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ ഇന്റേണൽ പൈൽസ് ആയിട്ടോ അല്ലെങ്കിൽ പുറമെ നമ്മുടെ എക്സ്റ്റേണൽ പൈൽസ് ആയിട്ടോ ഒക്കെ ആ ഭാഗത്ത് തടിപ്പുകളോ അതിന്റെ കൂടെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മിക്കവാറും പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ കൂടുതൽ ഇരുന്നിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. കൂടുതൽ ഇരുത്തം വരുന്ന സമയത്തൊക്കെ നമ്മൾ ഓരോ മണിക്കൂർ എഴുന്നേറ്റ് റിലാക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫുഡിന്റെ കാര്യങ്ങൾ, ചിക്കന്, മുട്ട പോലെയുള്ള നമ്മുടെ ബോഡി ഹീറ്റ് ആക്കുന്ന ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ അതുപോലെ ഫിഷർ രോഗമുള്ള ആളുകളാണെങ്കിൽ മലദ്വാരത്തിന്റെ ഭാഗത്ത് നമുക്ക് നല്ല വേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കൂടെ തന്നെ ചൊറിച്ചിലും വരാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരു പാത്രത്തിൽ അരഭാഗം ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ കല്ലുപ്പിട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റ്സ് ബാത്ത് എന്നാണ് നമ്മൾ അതിനെ പറയാറുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള ചൊറിച്ചിലിന് ഒരു പരിധി വരെ ആശ്വാസം കിട്ടാറുണ്ട്. അതുപോലെ ഷുഗർ ഒക്കെ ഉള്ള ആളുകൾ, അതുപോലെ ലിവർ ഡിസീസ്, അതുപോലെ കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ള ആളുകളിലും മലദ്വാരത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് ഇത്തരം രോഗങ്ങളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ഇത്തരം ചൊറിച്ചിലുകളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം. ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇത് നമുക്ക് മലദ്വാരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ എന്ത് കാരണം കൊണ്ടാണോ വരുന്നതെന്ന് മനസ്സിലാക്കി ആ കാരണങ്ങൾക്ക് ചികിത്സ എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ വെറുതെ നമ്മൾ മരുന്ന് ഷോപ്പിൽ പോയിട്ട് വിരയുടെ മെഡിസിൻസ് കഴിക്കല്ല വേണ്ടത്. പകരം അതിന് കറക്റ്റ് ആയിട്ട് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി അതിന് കറക്റ്റ് ആയിട്ടുള്ള ചികിത്സ എടുത്താൽ നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം. ഈ ഹോമിയോപ്പതിയിൽ ഇതിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ചികിത്സ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട്. ഇത്തരം ചികിത്സാ രീതിയെക്കുറിച്ചും ഈ രോഗത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.